നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കട്ടിലിൽ ചാരിയിരുന്ന് ബുക്ക് വായിക്കുകയായിരുന്നു ഗൗരി. ആ നേരത്തെ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ ഒന്ന് ഭയന്നു. മഹാദേവ, അയാളായിരിക്കും. അയാൾ എന്തിനാ ഈ നേരത്ത് വരുന്നത്? ഗൗരി ചിന്തിച്ചു. വീണ്ടും ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ ബുക്ക് ടേബിളിന് മുകളിൽ വെച്ച് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് ചെന്നു. തുറക്കണോ എന്ന് സംശയിച്ച് അവൾ അവിടെ നിന്നു. വീണ്ടും ഡോറിൽ മുട്ടിയ ശേഷം ദേവൻ ഡോറിൻ്റെ ഹാൻഡിലിൽ പിടിച്ചു തിരിച്ചു. ചെറിയൊരു ഭയത്തോടെ അവൾ പതിയെ ഡോർ പാതി തുറന്നു നോക്കി. അപ്പോൾ ഡോർ തള്ളി തുറന്ന് ദേവൻ അകത്ത് കയറി ചോദിച്ചു, നീ ഉറങ്ങിയിരുന്നോ? അവൾ ഡോറിനടുത്ത് തന്നെ നിന്ന് പറഞ്ഞു, ഇല്ല. പിന്നെന്താ വിളിച്ച് തുറക്കാൻ വൈകിയത്? അവൻ ചോദിച്ചു. നിങ്ങളായിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട്. നിങ്ങളെന്തിനാ ഇപ്പം ഇവിടേക്ക് വന്നത്? അവൾ ചോദിച്ചു. നീയല്ലേ പറയുന്നത് നീ എൻ്റെ ഭാര്യയാണെന്ന്. പിന്നെ ഞാനിവിടെ വന്നാലെന്താ? ദേവൻ ചോദിച്ചു. ഭാര്യയുടെ അവകാശം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണ്ട, ഗൗരി പറഞ്ഞു. അല്ലെങ്കിലും ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി കണ്ടിട്ടില്ല. നീയാണല്ലോ ഭാര്യയുടെ അവകാശം പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത്, ദേവൻ പറഞ്ഞു. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ടാ ഞാനിവിടെ നിൽക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ആശ്രിത ആയതുകൊണ്ടല്ലെന്നാ ഞാൻ പറഞ്ഞത്, ഗൗരി പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ് തർക്കിക്കാനല്ല വന്നത്, മറ്റൊരു കാര്യത്തിനാ. ആ ഡോർ അടച്ച് ഇവിടെ വാ, ദേവൻ പറഞ്ഞു. നിങ്ങൾ ഈ റൂമിൽ നിന്ന് പുറത്തു പോ, എന്നിട്ട് അടയ്ക്കാം, ഗൗരി പറഞ്ഞു. എനിക്ക് നിന്നെക്കൊണ്ടൊരാവശ്യമുണ്ട്, ഡോർ അടച്ച് ഇവിടെ വാ, ദേവൻ പറഞ്ഞു. നിങ്ങളുടെ ഒരാവശ്യവും എൻ്റെ അടുത്ത് നടക്കില്ല. മര്യാദയ്ക്ക് റൂമിൽ നിന്ന് പുറത്തു പോ, ഗൗരി പറഞ്ഞു. അവൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് ഡോർ അടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ കിടക്കാനല്ല വന്നത്. എനിക്ക് നിന്നെക്കൊണ്ടൊരാവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ പോയിക്കോളാം. നിങ്ങളുടെ ഒരാവശ്യവും എൻ്റെ അടുത്ത് നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? മര്യാദയ്ക്ക് റൂമിൽ നിന്ന് പുറത്തു പോ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പെണ്ണല്ല. അതിന് നിങ്ങൾ മറ്റാരെങ്കിലും നോക്കിയാൽ മതി, ഗൗരി പറഞ്ഞു. ഞാൻ എന്തുദ്ദേശിച്ചു എന്നാ നീ പറയുന്നത്? ദേവൻ ചോദിച്ചു. നിങ്ങളൊരു വൃത്തികെട്ടവനാണെന്ന് എനിക്ക് മനസ്സിലായി. മറ്റു പെണ്ണുങ്ങളെ കാണുന്നത് പോലെ എന്നെ കാണണ്ട. മാറി നിൽക്കവിടുന്ന് എന്ന് കത്തുന്ന കണ്ണുകളോടെ അവൾ പറഞ്ഞു. എന്നിട്ട് അവനെ തള്ളിമാറ്റി ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ വന്ന് അവളെ പിടിച്ചു മാറ്റി വീണ്ടും ഡോർ ലോക്ക് ചെയ്തു. അവൾ അവനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. നിങ്ങളെപ്പോലെ ഒരുത്തൻ എൻ്റെ ദേഹത്ത് തൊടാൻ ഞാൻ അനുവദിക്കില്ല. അറപ്പ എനിക്ക് നിങ്ങളെ. അഴുക്കുചാലിൽ വളരുന്ന പുഴുക്കളെ കാണുന്നത് പോലെയുള്ള അറപ്പ്, ഗൗരി അവൻ്റെ മുഖത്ത് നോക്കി വെറുപ്പോടെ പറഞ്ഞു. തൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിവുള്ള ഒരു മാലാഖയായി അവൻ മനസ്സിൽ കൊണ്ടു നടന്ന അവളിൽ നിന്ന് അങ്ങനെയൊരു വാക്ക് അവൻ പ്രതീക്ഷിച്ചില്ല. താൻ മനസ്സിൽ താലോലിച്ച് നടക്കുന്ന ആ മാലാഖ തന്നെ അറപ്പാണെന്ന് പറയുന്നു. അവൻ്റെ ലോകം തന്നെ അവന് നഷ്ടപ്പെട്ടതുപോലെയായി. അവൻ്റെ സമനില തെറ്റുന്നതുപോലെ അവന് തോന്നി. എന്തു പറഞ്ഞടി നീ? എന്നെ അറപ്പാണെന്നോ? എന്ന് പറഞ്ഞ് ദേവൻ അവളെ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. അവൾ അവൻ്റെ കരവലയത്തിൽ കിടന്ന് പിടഞ്ഞു. കത്തുന്ന കോപത്തോടെ പല്ലുകൾ കൂട്ടിഞ്ഞെരിച്ച് അവൻ അവളെ തന്നെ നോക്കി നിന്നു. വിടെന്നെ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കരവലയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അനങ്ങാൻ പോലും ആവാത്ത വിധം അവൻ അവളെ ബലമായി പിടിച്ചു വച്ചിരുന്നു. അവൻ അവളെ പൊക്കിയെടുത്ത് ബെഡിനരികിലേക്ക് കൊണ്ടുപോയി ബെഡിൽ കിടത്തി. ഭയന്ന് നിലവിളിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന അവളുടെ വായ ഒരു കൈകൊണ്ട് അടച്ചു പിടിച്ച് മറ്റേ കൈകൊണ്ട് അവളെ ബലമായി ബെഡിൽ പിടിച്ചു കിടത്തി. അവളുടെ കണ്ണുകളിലെ ഭയം അവനെ ശാന്തനാക്കി. തൻ്റെ മാനം സംരക്ഷിക്കാനായുള്ള അവളുടെ ആ പിടച്ചൽ കണ്ട് ദയനീയമായി അവൻ അവളെ നോക്കി. കുറച്ചു നേരത്തെ പിടച്ചലിന് ശേഷം അവൻ തന്നെ ഒന്നും ചെയ്യുന്നില്ലെന്ന് കണ്ട് അവൾ ശാന്തയായി കിടന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കരഞ്ഞു. ഇത്രയുള്ളൂ നീ. എന്നിട്ടും ഞാൻ ഒന്നും ചെയ്യാത്തത് ഞാൻ അങ്ങനെ ഒരുത്തനല്ലാത്തതുകൊണ്ടാ, അവളുടെ മുഖത്തു നോക്കി അവൻ പറഞ്ഞു. എന്നിട്ട് മനസ്സിൽ ചിന്തിച്ചു, എനിക്ക് നിന്റെ ശരീരമല്ല മനസ്സാണ് വേണ്ടത്. നിന്റെ സാമീപ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ടവൻ അവളെ വിട്ട് അവിടുന്ന് എഴുന്നേറ്റു. എന്നെക്കുറിച്ചുള്ള നിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി മാത്രാ നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തിയത്. സോറി, അവളുടെ മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞു. അവൾ അവിടെ എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരഞ്ഞു. അവളുടെ ആ കരച്ചിൽ കണ്ട് അവന് വല്ലാതെ സങ്കടം വന്നു. അവൻ അവളുടെ അടുത്തിരുന്ന് അവളുടെ തോളിൽ കൈവച്ച് പറഞ്ഞു, നീ വല്ലാതെ ഭയന്നു പോയെന്ന് എനിക്കറിയാം. എന്നെ നീ ഭയക്കണ്ട. ഇവിടെ നീ സുരക്ഷിതയായിരിക്കും. അവൾ അവൻ്റെ കൈ അവളുടെ തോളിൽ നിന്ന് തട്ടിമാറ്റി ദേഷ്യത്തോടെ അവനെ നോക്കി. കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്ന അവളുടെ കണ്ണിൽ നിന്നുതിർന്നു വീഴുന്ന നീർമണിത്തുള്ളികൾ അവനെ ചുട്ടുപൊള്ളിക്കുന്നതായി അവന് തോന്നി. നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാകും. നീ എന്നല്ല, ആത്മാഭിമാനമുള്ള ഏതൊരു പെണ്ണും എൻ്റെ ഈ പ്രവൃത്തിയെ ക്ഷമിക്കില്ല. നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ധാരണ തിരുത്തി തരണമെന്ന് എനിക്ക് തോന്നി.
അതിനെനിക്ക് ഇങ്ങനെ ചെയ്യാനാ തോന്നിയത്. നീ എന്നെ തെറ്റിദ്ധരിക്കുന്നതോ വെറുക്കുന്നതോ അറപ്പായി കാണുന്നതോ എനിക്ക് അവന് വാക്കുകളിൽ പതർച്ചയുണ്ടായി. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അവൾ ഒരു സംശയത്തോടെ ചിന്തിച്ച് അവനെ നോക്കി. ഐ മീൻ, ഞാനൊരു വൃത്തികെട്ടവനാണെന്ന് സംശയിച്ച് നീ ഇവിടെ കഴിയുമ്പോൾ നിനക്ക് ഭയം ഉണ്ടാവും. എന്നെ ഭയന്നാണ് നീ ഇവിടെ ജീവിക്കുന്നതെന്നത് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി, അവൻ പറഞ്ഞു. അവൾ ഒരു തേങ്ങലോടെ അവനെ നോക്കി. കരയണ്ട, കണ്ണു തുടക്കി. ഇവിടെ നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നീ കരുതും പോലെ ഞാനൊരു ദുഷ്ടനോ വൃത്തികെട്ടവനോ അല്ല. എൻ്റെ ചില സാഹചര്യങ്ങൾ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നു. നിന്നെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാതെ ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു പോയി. എനിക്കതിൽ കുറ്റബോധമുണ്ട്. സ്വന്തം വീട് പോലെ കരുതി നിനക്കിവിടെ ജീവിക്കാം. നിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്ക്. എൻ്റെ സാഹചര്യങ്ങൾ എന്നെക്കൊണ്ട് അങ്ങനെയെല്ലാം പറയിപ്പിച്ചതാ. അവൾ അവനെ മനസ്സിലാകാത്ത രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നു. നിനക്കെന്നെ വിശ്വാസമായില്ലല്ലേ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? നിനക്കെന്നെ വിശ്വാസമില്ലല്ലോ, ഞാൻ പോവാം എന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളെ തെറ്റിദ്ധരിച്ചതിൽ സോറി. അപ്പം നിനക്ക് എന്നെ വിശ്വാസമാണോ? അവൻ ഒരു ചെറു പുഞ്ചിരിയോടെ ചോദിച്ചു. എനിക്കറിയില്ല. ഇരുട്ടിന് എനിക്ക് പേടിയില്ല, അതിനെനിക്ക് വിശ്വാസാ. എൻ്റെ സങ്കടങ്ങളും കണ്ണീരും മറ്റാരോടും പറയാതെ ഉള്ളിലൊളിപ്പിക്കുന്ന ഒരേ ഒരു കൂട്ട്. എൻ്റെ വേദനകൾക്ക് കാവൽ നിൽക്കാൻ ഇരുട്ടിനോളം വിശ്വസ്തത മറ്റാർക്കുമില്ല. എന്നാൽ ഇരുട്ടിൻ്റെ മറവിൽ പതുങ്ങിയിരിക്കുന്ന നിഴലുകളെ എനിക്ക് ഭയമാണ്. കാരണം ഇരുട്ടിൻ്റെ മറവിൽ കൊത്തിവലിക്കാൻ കാത്തിരുന്ന കഴുകനെ പേടിച്ച് പല രാത്രികളിലും ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. രാത്രികാലങ്ങളിലെ പല തട്ടലുകളും മുട്ടലുകളും എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ആശ്രയത്തിൽ കഴിയേണ്ടി വന്നതിൽ പലതിനോടും പ്രതികരിക്കാൻ കഴിയാതെ മൗനമായി ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ നേരത്തെ നിങ്ങൾ ഡോറിൽ മുട്ടിയപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. അതുകൊണ്ടാ ഞാൻ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ ബെഡിൽ അവളുടെ അടുത്തായി ഇരുന്നു കൊണ്ട് പറഞ്ഞു, നിനക്ക് എന്നെ വിശ്വസിക്കാം. അരുതാത്ത രീതിയിൽ എൻ്റെ വിരൽ പോലും നിന്നിൽ സ്പർശിക്കില്ല. അതെൻ്റെ വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം, ദേവൻ പറഞ്ഞു. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ മനസ്സിൽ ചിന്തിച്ചു, നീ എന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആ ദിവസം വരെ ഈ അതിർവരമ്പുകൾ ഞാൻ ലംഘിക്കില്ല. സമയം ഒരുപാടായില്ലേ, കിടന്നോ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. നിങ്ങൾ എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ല, അവൾ വീണ്ടും ചോദിച്ചു. അവൻ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് അവളോട് പറഞ്ഞു. രാവിലെ മുതൽ ഒരു നമ്പറിൽ നിന്ന് പല തവണ കോൾ വരുന്നു. അഞ്ജലിയാണെന്ന് തോന്നുന്നു. രാവിലെ അവളിവിടെ വന്നപ്പോൾ രാമേട്ടൻ്റെ ഫോണിൽ നിന്ന് നമ്പർ എടുത്തോന്നൊരു സംശയം. നിന്നെക്കൊണ്ട് തിരികെ വിളിപ്പിച്ച് കൺഫേം ചെയ്യാനാ വന്നത്. ഇനിയിപ്പോൾ വേണ്ട, സമയം ഒരുപാടായില്ലേ. ഇപ്പം നിനക്ക് കയ്യിനും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ? നടക്കാനോ ഇരിക്കാനോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ദേവൻ ചോദിച്ചു. ഇല്ല, അവൾ മറുപടി പറഞ്ഞു. എങ്കിൽ നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങിക്കോ, അവൻ പറഞ്ഞു. എന്ന് മോളി അവൾ തലയാട്ടി. പിന്നെ കഴിഞ്ഞതൊന്നും ഓഫീസിൽ ആരോടും പറയണ്ട. എനിക്ക് പലതിന് ചില പരിമിതികളുണ്ട്. അതൊന്നും നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ദേവൻ പറഞ്ഞു. അവൾ ഒരു സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി സമ്മതിച്ചു. ഡോറടച്ച് പേടിക്കാതെ കിടന്നോ, ഇവിടെ നിന്നെ ശല്യം ചെയ്യാൻ ആരും വരില്ല, അവൻ പറഞ്ഞു. അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ തലയാട്ടി. അവളുടെ ആ പുഞ്ചിരിയിൽ അവന് നഷ്ടപ്പെട്ട ആ ലോകം തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുളുമ്പി. അവന് ഒരു കുട്ടിയെപ്പോലെ തുള്ളിച്ചാടണമെന്ന് തോന്നി. എന്നാൽ അവളുടെ മുന്നിൽ അവൻ്റെ മനസ്സ് വെളിപ്പെടുത്താൻ അവൻ ധൈര്യപ്പെട്ടില്ല. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, അവൾ തിരിച്ചും പറഞ്ഞു. ആ ഒരു നിമിഷം അവരുടെ സൗഹൃദത്തിന് തുടക്കമിട്ടു. അവൻ അവിടുന്ന് പോരാൻ തുടങ്ങിയപ്പോൾ അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഡോർ അടച്ചു. രാമേട്ടൻ ഭാനുവിന് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വച്ചതിന് ശേഷം കിച്ചണിൽ നിന്ന് വരുമ്പോൾ ദേവൻ ഗൗരിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് ചോദിച്ചു, കുഞ്ഞു മുറിയിൽ പോയില്ലായിരുന്നോ? ഇല്ല, ഞാൻ ഗൗരിയോടൊരു കാര്യം പറയാൻ എന്ന് പറഞ്ഞതിന് ശേഷം ദേവൻ ചോദിച്ചു, രാമേട്ടൻ കിടന്നില്ലേ? ഞാൻ വെള്ളമെടുക്കാൻ വന്നതായിരുന്നു, രാമേട്ടൻ പറഞ്ഞു. എന്നിട്ട് വെള്ളം എവിടെ? ദേവൻ ചോദിച്ചു. വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാ കുഞ്ഞിനെ കണ്ടത്. കുഞ്ഞേ, ആ കുട്ടി ഒരു പാവാ, അതിനോട്, രാമേട്ടൻ പറഞ്ഞു. രാമേട്ടാ, ദേവൻ ദേഷ്യത്തോടെ വിളിച്ചു. രാമേട്ടൻ എന്നെക്കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്?
ദേവൻ ചോദിച്ചു. അല്ല കുഞ്ഞേ, കുഞ്ഞ് ഈ നേരത്ത്, രാമേട്ടൻ പറഞ്ഞു. ഏത് നേരത്താണെങ്കിലും ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അത് മറ്റൊരാളെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്ക്. എന്നാൽ അവൾക്ക് വേണ്ടി ഞാൻ പറയാം. രാമായണത്തിലെ സീതാദേവിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ അവളുടെ പരിശുദ്ധിയിൽ സംശയിക്കേണ്ട. ആത്മാഭിമാനമുള്ളൊരു പെണ്ണാവൾ. അഗ്നിശുദ്ധി വരുത്തിയാലും അഗ്നി അവളെ വിഴുങ്ങില്ല, നമിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദേവൻ അവൻ്റെ റൂമിലേക്ക് പോയി.